ഹലോ എവ്രി വൺ, നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് LSS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സാർക്ക് അറിയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് LSS പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇനിയും അടിപൊളി വീഡിയോസ് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ റെഡി ആണല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LSS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറയും. സോ റെഡി ആയിട്ടിരിക്കുക. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്ക്, ഇങ്ങനൊരു ചോദ്യം LSS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിളിക്കുന്നത് റിഡിൽസ് എന്നാണ്, അല്ലെ? കടങ്കഥകളാണ് ഈ ചോദ്യങ്ങൾ. സോ എങ്ങനെയൊക്കെയാണ് റിഡിൽസ് ചോദിക്കുക? നോക്കൂ, ഒരു ചോദ്യം നോക്കൂ. ഐ ആം എ 7 letter വേർഡ്. ഞാൻ ആരാണ്? ഞാനൊരു 7 letter 7 വേർഡ്സ് ഉള്ള 7 letters ഉള്ള ഒരു വേർഡാണ്. ഐ സ്റ്റാർട്ട് വിത്ത് ബി എൻഡിങ് വിത്ത് ടി. സോ ഞാൻ 7 letter ഉണ്ട് എനിക്ക്. എൻ്റെ ആദ്യത്തെ ലെറ്റർ ബിയും ലാസ്റ്റ് ലെറ്റർ ടിയും ആണ്. മൈ മീനിങ് ഈസ് എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. എൻ്റെ അർത്ഥം ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്, പൂക്കളുടെ കൂട്ടം എന്നാണ്. യു ആർ യൂസിങ് മീ ടു വെൽക്കം ഗസ്റ്റ്. നിങ്ങൾ ആളുകളെ വെൽക്കം ചെയ്യാൻ വേണ്ടി എന്നെ ഉപയോഗിക്കാറുണ്ട്. സോ ഇത് നിങ്ങളുടെ യൂണിറ്റ് 1 സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ ഈ വേർഡ് ഏതാണെന്ന്? ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വേർഡാണ്. ഈ വേർഡ് ഇതാണ്, BOUQUET. ഇതെന്താ നിങ്ങൾ വായിക്കേണ്ടത്? ഇത് വായിക്കേണ്ടത് ബൊക്കെ എന്നാണ്. പക്ഷെ ഇതെന്താ എഴുതുക? ബൊക്കറ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് സാർ ഈ ചോദ്യം വെച്ചതാ? ഈ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ്. സോ ഈ വേർഡ് ഓർമ്മിച്ച് വെക്കുക, BOUQUET. എന്താണ് ബൊക്കെ എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. സോ ഈ റിഡിലിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. മറ്റൊരു റിഡിൽ നമുക്ക് നോക്കാം. ഐ ആം എ സിംഗിങ് ബേർഡ്. ഞാനൊരു പാട്ടുകാരൻ പക്ഷിയാണ്. മോസ്റ്റ്ലി യു ക്യാൻ ഹിയർ മൈ സോങ് അറ്റ് നൈറ്റ്. രാത്രികളിൽ നിങ്ങൾക്ക് മിക്കവാറും എൻ്റെ പാട്ടുകൾ കേൾക്കാം, അല്ലേ? ഹു ആം ഐ? ഞാൻ ആരാണ്? യൂണിറ്റ് 3 ആ പാട്ടുകാരൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? നൈറ്റിംഗേലാണ്. ആരാണ്? നൈറ്റിംഗേലാണ്, അല്ലേ? രാപ്പാടിയാണ്. സോ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ ഈ വേർഡ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന 4 വേർഡ്സിൽ ഓഡ് വൺ, അല്ലേ? കുറേ പേർക്ക് ഈ ഓഡ് വൺ എന്താണെന്ന് അറിയണ്ടാവില്ല, അല്ലേ? ഓഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയാൻ, അല്ലേ? കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? 4 വേർഡ്സ് ഉണ്ട്, നോക്കൂ. ജെന്റ്ലി, പുൾഡ്, സ്വിഫ്റ്റ്ലി, പ്ലസന്റ്ലി. ഈ 4 വേർഡ്സ് എൻ്റെ മക്കൾ വായിച്ചിട്ടോ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ 3 വേർഡ്സിൻ്റെ അവസാനം ജെന്റ്ലി, സ്വിഫ്റ്റ്ലി, പ്ലസന്റ്ലി LYയിലാണ് അവസാനിക്കുന്നത്. പക്ഷെ ഒരു വേർഡ് മാത്രം പുൾഡ് എന്നാണ്. ശരിക്കും ഇതിൻ്റെ ഉത്തരം എന്ത് തന്നെയാണ്? ഇതിൻ്റെ ആൻസറും പുൾഡ് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഈ ആദ്യത്തെ വേർഡ്, അല്ലേ? ജെന്റ്ലി, സ്വിഫ്റ്റ്ലി, പ്ലസന്റ്ലി, ഈ 3 വേർഡ്സും ആഡ്വേർബ്സ് ആണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീ സ്പോക്ക് ജെന്റ്ലി. അവൻ വളരെ ജെന്റ്ലി ആയിട്ട് സംസാരിച്ചു. ഹീ മൂവ്ഡ് ക്വിക്ക്ലി, അല്ലെങ്കിൽ ഹീ മൂവ്ഡ് സ്വിഫ്റ്റ്ലി. അവൻ വളരെ വേഗത്തിൽ നീങ്ങി. പ്ലസന്റ്ലി, ദേ ലിവ്ഡ് പ്ലസന്റ്ലി. അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു. പക്ഷേ ഈ കൂട്ടത്തിൽ പെടാത്തൊരു വേർഡാണെന്ത്? പുൾഡ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഓഡ് വൺ. അപ്പോൾ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ആൻസറിൻ്റെ ആ ബോക്സിൽ എന്തെടുത്ത് എഴുതിയാൽ മതി? പുൾഡ് എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന വേർഡ്സിൽ ഓഡ് വണ്ണിനെ, ഒറ്റയാനെ കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഡിഗ്ഗിങ് ഉണ്ട്, മാനൂറിങ് ഉണ്ട്, ക്ലൈംബിംഗ് ഉണ്ട്, റീപ്പിംഗ് ഉണ്ട്. ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് പറയുക നിങ്ങൾക്ക്? ഒന്നുമില്ലടാ. ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കുഴി കുഴിക്കുകയാണ്, അല്ലേ? മാനൂറിങ് എന്ന് പറഞ്ഞാൽ എന്താ? വളം ഇടുന്നതിനാണ് നമ്മൾ മാനൂറിങ് എന്ന് പറയാം. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൊയ്യുക എന്നാണ്. സോ ഈ 3 വേർഡ്സും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാളാരാണ്? ക്ലൈംബിംഗ്, മരം കയറുക. സോ ഇയാളാണ് ആര്? ഓഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. അടുത്ത വേറെ ക്വസ്റ്റ്യൻ ആണ്. വാക്കിംഗ്, ടോക്കിംഗ്, റെയിനിങ്, റണ്ണിങ്. ഇതിൽ ഏതാണ് ഓഡ് വൺ? നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കൂ. സിമ്പിൾ അല്ലേ? നോക്കൂ. വാക്കിംഗ്, നടക്കുക, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. ടോക്കിംഗ്, സംസാരിക്കുക, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. റണ്ണിങ്, ഓടുക, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ്. പക്ഷേ റെയിനിങ്, മഴ പെയ്യുക, മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഇല്ല. സോ ഈ പറയുന്ന 3 വേർബ്സും ഹ്യൂമൻലി പോസിബിൾ ആണ്. റെയിനിങ് ഈ കൂട്ടത്തിൽ പെടില്ല. ഓക്കെ, ശരി. മറ്റൊരു ക്വസ്റ്റ്യൻ.
ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തതാണ്, എന്നാലും ഒരു തവണ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യുന്നു. റീഅറേഞ്ച് ദ സെൻറ്റൻസ്. നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ സാർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കൂ, ഇവിടെ എത്ര വേർഡ്സാണ് ഉള്ളത്? മെർച്ചൻറ്റ്, വാസ്, മാൻ, ക്രൂവൽ, ദ. ഇതെങ്ങനെയാണ് നമ്മൾ ഓർഡറിൽ എഴുതുക നോക്കിക്കോളെ. എൻ്റെ ആദ്യത്തെ വേർഡ് ഏതാണ്? ദായാണ്. സോ ദ. രണ്ടാമത്തെ വേർഡ് മെർച്ചൻ്റ് ആണ് അല്ലേ? ദ മെർച്ചൻ്റ്. മൂന്നാമത്തത് എനിക്കൊരു ഓക്സിലറി വേർബ് വേണം. അതെന്താണ്? വാസ് ആണ്. ദ മെർച്ചൻ്റ് വാസ്. നാലാമത്തെ വേർഡ് ആണ്. അഞ്ചാമത്തെ വേർഡ് ക്രൂവൽ ആണ്. ആറാമത്തെ വേർഡ് മാൻ ആണ് അല്ലേ? ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. ആ വ്യാപാരി ഒരു ദുഷ്ടനായ മനുഷ്യനായിരുന്നു. ഓക്കെ, ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തന്നിരിക്കുന്ന എല്ലാ വേർഡ്സും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? മാറ്റി എഴുതുന്ന സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ഓക്കെ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് us ടു ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ചോദ്യം? ഇത് നിങ്ങളുടെ യൂണിറ്റ് 2 പേപ്പർ ബോട്ട് എന്ന് പറഞ്ഞ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗേൾ ഈസ് ഡാഷ് അറ്റ് ദ താജ്മഹൽ. ആ കുട്ടി താജ്മഹലിനെ നോക്കി എന്നാണ് പറയേണ്ടത്. 3 വേർഡ്സ് ഉണ്ട് ഇവിടെ. ഒന്ന് ഏതാണ്? ദ ഗേൾ ഈസ് വാച്ചിങ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, വാച്ചിങ് നല്ല വേർഡാണ്. നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പീപ്പിംഗ്. പീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നല്ലേ? പീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പം എന്തായാലും പീപ്പിംഗ് അല്ല. പിന്നെയോ ഗേസിങ്. എന്താണ് ഗേസിംഗ് എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മമായിട്ട് നോക്കുക എന്നാണ് അല്ലേ? ഒരു കാര്യത്തെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നോക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗേസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടത് വാച്ചിങ് ആണോ ഗേസിംഗ് ആണോ? വാച്ചിങ് എന്ന് എഴുതാനൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഗേസിംഗ് ആണ് അല്ലേ? താജ്മഹലിനെ വളരെ സൂക്ഷ്മമായിട്ട് ആ കുട്ടി എന്ത് ചെയ്തു? നോക്കി. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? റൈറ്റ് ദ ഗിവൺ വേർഡ്സ് ഇൻ ദി ആൽഫബറ്റിക്കൽ ഓർഡർ. താഴെ തന്നിരിക്കുന്ന വേർഡ്സിനെ നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ മാറ്റി എഴുതണം. ഏതൊക്കെയാണ് വേർഡ്സ്? പ്രൈസ്, പ്രൈസ്, പ്രിൻസ്, പ്രയർ, പ്രൊക്ലമേഷൻ. നമുക്ക് ഇതിലെ വേർഡ്സിലെ മീനിങ് ഒന്നും നമുക്ക് അറിയണ്ട. നമുക്കിതിനാകെ എന്തറിഞ്ഞാൽ മതി? നമുക്ക് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് അറിഞ്ഞാൽ മതി. ഏതൊക്കെയാണ്? ABCD മുതൽ WXYZ വരെ അറിഞ്ഞാൽ മതി. നോക്കൂ, ഇതിൽ ഏത് വേർഡാണ് ഞാൻ ആദ്യം കൊടുക്കേണ്ടത്? പ്രൈസ് ആണോ, പ്രൈസ് ആണോ, പ്രിൻസ് ആണോ, പ്രയർ ആണോ, പ്രൊക്ലമേഷൻ ആണോ? ഒരു സംശയമില്ല, ഇതിലെല്ലാത്തിൻ്റെയും ആദ്യത്തെ 2 ലെറ്റർ PR, 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 PR ഇത് സെയിം ആണ്. അപ്പം ഞാൻ നോക്കേണ്ടത് മൂന്നാമത്തെ ലെറ്ററാണ്. മൂന്നാമത്തെ ലെറ്റർ പ്രയറിൻ്റെ മൂന്നാമത്തെ ലെറ്റർ ആണ്. പ്രൊക്ലമേഷൻ്റെ മൂന്നാമത്തെ ലെറ്റർ ആണ്. അപ്പം നമ്മളതൊന്നും നോക്കണ്ട. സോ നമ്മൾ ആദ്യം എഴുതുക ഏതാണ്? പ്രയർ ആണ്. കാരണം പ്രയറിൻ്റെ മൂന്നാമത്തെ ലെറ്റർ ആണ്. ആണ് ആദ്യത്തെ ആൽഫബറ്റ്. പിന്നെ കഴിഞ്ഞാൽ I വരുന്നുണ്ട്, I വരുന്നുണ്ട്, I വരുന്നുണ്ട്, O വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പായി, O വരുന്ന ആൾ ഏറ്റവും അവസാനത്തെ വേർഡാണ്. O വരുന്ന ആൾ, അതായത് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഏറ്റവും അവസാനമാണ്. കാരണം അതിൻ്റെ മൂന്നാമത്തെ ലെറ്റർ O ആണ്. പിന്നെ ബാക്കിയുള്ളത് പ്രൈസ്, പ്രൈസ്, പ്രിൻസ് അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ 3 ലെറ്റേഴ്സ് സെയിം ആണ്. അപ്പം നാലാമത്തെ ലെറ്റർ നോക്കൂ, നാലാമത്തെ ലെറ്റർ ഏതൊക്കെയാണ്? നാലാമത്തെ ലെറ്റർ ഇവിടെ Z ഉണ്ട്, ഇവിടെ I ഉണ്ട്, ഇവിടെ I ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 എടുത്ത് ഈ 2-ൽ ഏതെങ്കിലും ഒരു വേർഡാണ് അടുത്ത് വരിക. പ്രൈസ് ആണോ, പ്രിൻസ് ആണോ? അപ്പോൾ അടുത്ത ലെറ്റർ നോക്കുന്നു. അടുത്ത ലെറ്റർ ഏതാണ്? ഇവിടെ C ആണ്, ഇവിടെ N ആണ്. അപ്പോൾ ഒരു സംശയമില്ല, അടുത്ത വേർഡ് ഏതാണ്? പ്രൈസ് ആണ്. പിന്നത്തെ വേർഡ് ഏതാണ്? പ്രിൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ആണ്. ഓക്കെ, സോ ഈ ഓർഡറിലാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്. ഇത് കൺഫ്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി മക്കൾ? ഒന്നുമില്ല, നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലും A മുതൽ Z വരെ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് ഓരോ ലെറ്ററും എടുത്ത് പരിശോധിക്കുക. ഓക്കെ, ഇത്രയും സിമ്പിളാണ് പരിപാടി. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ താങ്ക് യു.